ശരിക്കും ഈ ഛത്തീസ്ഗഡിലെ വിവാദം വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിൽ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കരുതുന്നുണ്ടോ? അതിലേക്ക് വരാം. ഡോക്ടർ ചരൺദാസ് മഹന്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല ഇല്ലേ? ഇല്ല. കേരളത്തിലെ പ്രതിപക്ഷം പറയുന്നില്ല, കേരളത്തിലെ മാധ്യമങ്ങൾ അറിയുന്നില്ല, കേരളത്തിലെ സഭ പറയുന്നില്ല. ആരാണെന്നറിയോ? ഡോക്ടർ ചരൺദാസ് മഹന്ത്. 32 സീറ്റുള്ള 90 പേരെ മറ്റാണ് ഈ ഛത്തീസ്ഗഡ് നിയമസഭയിലാകെയുള്ള MLA മാർ. അതിൽ 32 സീറ്റുകൾ കോൺഗ്രസിനുണ്ട്. 32 സീറ്റുള്ള കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ പേരാണ് ഡോക്ടർ ചരൺദാസ് മഹന്ത്. എവിടെയുണ്ട് ഇദ്ദേഹം? ഈ കന്യാസ്ത്രീകളെ ഇറക്കണമെന്ന് പറഞ്ഞ് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഛത്തീസ്ഗഡിലുണ്ടാവും. ഏതെങ്കിലും ജയിലിന്റെ മുന്നിൽ കണ്ടോ? കണ്ടില്ല. ഭൂപേഷ് ബാഗൽ എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി ഇവരെ MP മാരെ വൃന്ദ കാരാട്ടും സംഘവും നമ്മുടെ റഹിമും ഒക്കെ ചെന്നപ്പോൾ അങ്ങോട്ട് ജയിലിൽ കയറ്റിയില്ല എന്ന് പറഞ്ഞപ്പോൾ സംസാരിക്കാൻ ചെന്നു. ഒരു ബൈറ്റ് ഭൂപേഷ് ബാഗലിന്റെ കിട്ടിയോ? കിട്ടിയില്ല. എന്താ കാര്യം? പ്രതികരിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക്, ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സുകാർക്ക് ഇത് പ്രശ്നമല്ല. കാരണം അവർക്കറിയാം എന്താണ് നടന്നതെന്ന്. ഇതാണ് ഒന്നാമത്തെ കാര്യം. അത് ആദ്യം മനസ്സിലാക്കാൻ. ഛത്തീസ്ഗഡിലെ ഒരൊറ്റ കോൺഗ്രസ്സുകാർ കാമാന്നും മിണ്ടുന്നില്ല. അവര് ഈ കന്യാസ്ത്രീകളുടെ കൂടെയില്ല, സഭയുടെ കൂടെയില്ല. ഈ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ചരൺദാസ് മഹന്തിന്റെ ഫോട്ടോ നമുക്കൊന്ന് കാണിക്കാം. അങ്ങനെങ്കിലും കേരളത്തിലെ സഭക്കാർ ഒന്ന് കാണട്ടെ, കേരളത്തിലെ ക്രിസ്ത്യാനികളൊന്ന് കാണട്ടെ. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ഏഷ്യാനെറ്റിൽ ഒരു ചർച്ച നടന്നു. വിനു ആയിരുന്നു ചർച്ച നയിച്ചത്. അതിൽ സാബു ജോസഫ് എന്ന് പറഞ്ഞൊരു വൈദികൻ പങ്കെടുത്തു. അതിൽ വിനു ചോദിക്കുന്നുണ്ട്, ഈ കുട്ടികൾ എവിടെ കൊണ്ടുപോയായിരുന്നു? അവരെ ആഗ്രയിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നു, സെർവൻസ് ആയിട്ട് കൊണ്ടുപോയായിരുന്നു. ഓക്കെ, അപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയാണ്. ഇവർ പോകുന്ന നക്സൽ ബാധിത പ്രദേശമായ ബസ്തർ മേഖലയിൽ നിന്നാണ് അല്ലേ? അതെ. അവിടെ ഇന്ത്യൻ പട്ടാളത്തിന് പോലും പ്രവേശനമില്ലാതിരുന്ന സ്ഥലമാണ്. അവിടെ വർഷങ്ങളായി മിഷണറിമാർക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ക്ലീൻ ചെയ്ത്, ഇന്ത്യൻ സായുധ സേനകൾ അവിടെ ക്ലീൻ ചെയ്ത് ഈ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ബസ് സർവീസ് ആരംഭിച്ചത് കഴിഞ്ഞ മാസമാണ്. നമ്മുടെ സായുധ സേനകൾക്ക് പോലും പ്രവേശനമില്ലാതെ മാവോയിസ്റ്റുകൾ കൈയടക്കി വെച്ചിരുന്ന സ്ഥലത്ത് ഈ മിഷണറി പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. സ്റ്റാൻസാമിയില്ലേ? സ്റ്റാൻസാമിയെ ജയിലിലിട്ട് കൊന്നല്ലോ. ജയിലിലിട്ടല്ല സ്റ്റാൻസാമി മരിച്ചത്, ജയിലിൽ കിടന്നല്ല, ആശുപത്രി കിടന്നാ മരിച്ചത്. പക്ഷെ ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്താ? ചട്ടവറയ്ക്കുള്ളിൽ മരിച്ചു. അല്ല, അയാള് ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നു. അസുഖബാധിതനായപ്പോ ആശുപത്രിയിലേക്ക് മാറ്റി, ആശുപത്രി കിടക്കയിലാണ് മരിച്ചത്. എന്തിനാണ് സ്റ്റാൻസാമിക്കെതിരെ കേസെടുത്ത്? മാവോവാദികൾക്ക് പക്കൽ നിന്ന് സ്റ്റാൻസാമി ഒപ്പിട്ട ബ്ലാങ്ക് ചെക്ക് കിട്ടി. ബ്ലാങ്ക് ചെക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എത്ര തുക വേണേലും എഴുതിയെടുക്കാം. ആര് കൊടുത്തു? മിഷണറി പ്രവർത്തനം നടത്തിയ സ്റ്റാൻസാമി. ആർക്ക് കൊടുത്തു? രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന മാവോവാദികൾക്ക്. അതാണോ സ്റ്റാൻസാമി നടത്തിയ മിഷണറി പ്രവർത്തനം? രാജ്യം നിർമ്മിക്കാനുള്ള പ്രവർത്തനം അല്ല. ഇത് ഉറക്കെ പറയേണ്ട സമയം ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഇനി മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന മദർ തെരേസയുടെ ഒരു സംഘടന ഉണ്ടായിരുന്നല്ലോ. അതെ. അതിൻ്റെ അംഗീകാരം പോയല്ലോ. പോയി. എന്തായിരുന്നു കേസ് അറിയാമോ? അനാഥാലയത്തിൽ വന്ന കുട്ടികളെ വിറ്റു. ഡീറ്റെയിൽസ് വേണോ? ഒരു വീഡിയോ നമ്മൾ ചെയ്യണോ ഡീറ്റെയിൽസ് വെച്ചിട്ട്? നമ്മൾ വിഗ്രഹങ്ങളൊന്നും തടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വിഗ്രഹങ്ങളൊക്കെ തകർക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എണ്ണി 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 പറയും. കാരണം നമ്മളിവിടുത്തെ ക്രൈസ്തവ സഭയ്ക്കെതിരല്ല, ഈ പറയുന്ന ബജറംഗ ദളിന് വേണ്ടിയിട്ടുമല്ല വസ്തുതകൾ സംസാരിക്കണം. ഫാക്റ്റ് സംസാരിക്കണം. അപ്പോൾ നമുക്ക് സാബു ജോസഫ് പറഞ്ഞ കാര്യത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. സാബു ജോസഫ് പറഞ്ഞു അത് ആഗ്രയിലേക്ക് കൊണ്ടുപോയതാണ്. ശരി, അവരെന്താണ്? ആ കുട്ടികൾ സഭാവിശ്വാസികളാണോ കുട്ടികൾ? അപ്പോൾ സാബു ജോസഫ് പറയുന്നു അവർ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ്, കത്തോലിക്കരല്ല, പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ശരി, കത്തോലിക്കർ എങ്ങനെ മതം മാറ്റാൻ പോകുന്നതായിട്ട് പരാതി പോട്ടെ, അത് വിട്. എന്തായാലും ഇപ്പൊ എല്ലാവരും കത്തോലിക്കരും എല്ലാവരും ഒരുമിച്ചാണ്. ശരി, മതം മാറ്റാൻ പോകുന്നു. അപ്പോൾ എന്നിട്ട് ഈ ഫാദർ സാബു ജോസഫ് പറയുന്നു അവിടെ നേരത്തെ ഒരു കുട്ടി പോയിട്ടുണ്ടായിരുന്നു. ആ കുട്ടി നോക്കണം, നമ്മുടെ സായുധ സേനകൾ അവിടെ കയറിയിട്ട് 1 മാസമായുള്ളൂ. മിഷണറി പ്രവർത്തകർക്ക് അവിടെ കയറാൻ പറ്റുന്നുണ്ട്. അപ്പം മാവോവാദികളുടെ ഓരോ മിഷണറി പ്രവർത്തനം നടത്തുന്ന ഒരു മാവോവാദികൾക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുക്കും. മാവോവാദികൾ ഇവരെ അവിടെ കയറ്റും. എന്നിട്ട് മതപരിവർത്തനം നടത്തും. ഇതാണ് നക്സൽ
മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? അതിലേക്ക് വരാം. വില്ലേജ് ഒരു കുട്ടി പോയിരുന്നു, അവർക്ക് ജോലി കിട്ടിയപ്പോൾ ബാക്കിയുള്ള കുട്ടികളും അങ്ങോട്ട് വന്നു. ശരി, അവിടെ മതപരിവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് ബിനു ചോദിക്കുന്നു. അപ്പോൾ ഫാദർ സാബു ജോസഫ് പറയുന്നു, ഉണ്ട്, ഇവർ നേരത്തെ തന്നെ ക്രിസ്ത്യൻ വിശ്വാസികളാണ്, പക്ഷേ രേഖയിൽ അവർ ഹിന്ദുക്കളാണ്. ഒരു അതോറിറ്റി, സർക്കാർ സംവിധാനം വാക്കാൽ പറയുന്നത് വിശ്വാസത്തിലെടുക്കണോ, രേഖ വിശ്വാസത്തിലെടുക്കണോ? രേഖ. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ എന്നാൽ മതം മാറ്റിയിട്ടും അവർ ഹിന്ദുക്കളല്ല ക്രിസ്ത്യാനി എന്ന് രേഖ തിരുത്താതിരുന്നത്? അത് ഞങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടണം, പിന്നാക്ക ഹിന്ദുക്കൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ. അപ്പോൾ അതൊരു വലിയ രാജ്യവിരുദ്ധ പ്രവർത്തനം മാത്രമല്ല, ചതിയല്ലേ? രേഖയില്ല, എന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് പിന്നെ പറയാണ് FIRൽ ആ കുട്ടികൾ ആദ്യമേ FIR പറഞ്ഞു ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അത് സമ്മർദ്ദം കൊണ്ടായിരിക്കും. അവർ ആ വിദ്യയിൽ മൊഴിയിൽ ഉറച്ചു നിൽക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് സത്യം. പെട്ടു. ഇനി മാത്രമല്ല, എന്നിട്ട് ഇദ്ദേഹം ചോദിക്കാം, ഇനി രേഖകളൊന്നും ഇല്ലാതെ കുട്ടികളെ കൊണ്ടുപോയാൽ കന്യാസ്ത്രീകളല്ലേ, പാവങ്ങളല്ലേ, അതുകൊണ്ട് കേസെടുക്കാതിരുന്നൂടെ? എന്ത് യുക്തിയാണ് സാർ? എന്ത് ന്യായമാണ്? ഇന്നലെ ജൂലൈ 30 ഐക്യരാഷ്ട്രസഭ മനുഷ്യക്കടത്ത് വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ജൂലൈ 30. ആ സമയത്താണ് ഉണ്ടാകുന്നത്. മനുഷ്യക്കടത്താണ്. ഇപ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന 2 ഹിന്ദിക്കാരി സ്ത്രീകൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ 2 മലയാളി പെൺകുട്ടികളുമായിട്ട് നിൽക്കുന്നു. ടിക്കറ്റില്ല. TTR വന്ന് ചോദിക്കുന്നു, എവിടെ പോകുന്നു കുട്ടികൾ, എവിടെ ടിക്കറ്റ്? അത് അവരുടെ കാണും, ഹിന്ദിക്കാരുടേത് കാണും. മലയാളി പെൺകുട്ടികളെ വടക്കേ ഇന്ത്യക്കാരായ 2 സ്ത്രീകൾ, കന്യാസ്ത്രീ ആവണമെന്നില്ല, കന്യകളല്ലാത്ത സ്ത്രീകൾ തന്നെ ആവട്ടെ, കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ കുട്ടികളുടെ ടിക്കറ്റില്ല, അവരുടെ സംശയം ഉണ്ടാവുമോ? മലയാളികളാണ്, ഹിന്ദിക്കാരാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നു? ഞങ്ങൾ ടിക്കറ്റ് എവിടെ, നിങ്ങൾ എന്താ തെളിവ്, ഇത് മനുഷ്യക്കടത്താണോ? സംശയം വരുന്നു. നമ്മൾ സംശയിക്കുന്നു, നമ്മുടെ മലയാളി പെൺകുട്ടികളെ പിടിച്ചോണ്ട് പോകണം സംശയിക്കുമല്ലോ. നമ്മൾ പോലീസ് പറയും, പോലീസ് ഡോക്യുമെന്റ്സ് ചോദിക്കും. അപ്പോൾ സാബു ജോസഫ് അച്ഛൻ രേഖയൊന്നും ഇല്ലെങ്കിലും കന്യാസ്ത്രീയാണെന്ന് പറഞ്ഞ് വിട്ടൂടെ? അപ്പോൾ രേഖയൊന്നുമില്ലെങ്കിലും മലയാളി പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത് 2 ഹിന്ദിക്കാരി പെണ്ണുങ്ങളാണെന്ന് കരുതി വിട്ടൂടെ എന്ന് ചോദിക്കുമോ? ഇല്ല. ഇതാണ് പ്രശ്നം. അപ്പോൾ പോലീസ് കേസെടുത്തത് വലിയ തെറ്റായി. പോലീസിന്റെ പണി ഇതാണ് സാർ, ഡോക്യുമെന്റ് കൊടുക്കണം. ഇത് വലിയ കാര്യമാണ്. ഇത് ഇത് വളരെ നിസ്സാരമായി തീർക്കാമായിരുന്ന ഒരു കേസ്. അത് വേണ്ടി വന്ന സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിയിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ വെച്ച് തീർക്കാവുന്ന കേസ് ഇപ്പൊ സഭാ ഓഫീസുകൾ ഒരു DCC ഓഫീസ് പോലെ പ്രവർത്തിച്ച് കേരളത്തിലെ ആളുകൾ അങ്ങോട്ട് അയാളാക്കി മറിച്ച് കൊഴുപ്പിച്ചപ്പോൾ എന്ത് പറ്റി? ഇപ്പൊ NIAക്ക് പോയി. സിമ്പിളായി തീർക്കേണ്ടത് കേരളത്തിൽ രാഷ്ട്രീയ കളിക്കാൻ വേണ്ടി ഈ പാവപ്പെട്ട എന്ന് അടിവരയിട്ട് പറയാം, കന്യാസ്ത്രീകളെ ബലിയാടാക്കി. ഈ കന്യാസ്ത്രീകൾക്ക് ഇനി NIA കോടതിയിൽ പോയിട്ട് UAPAയുടെ അടിയിൽ വരുന്ന വല്ല ഒഫൻസ് ആണെങ്കിലോ, മനുഷ്യക്കടത്ത് വലിയ ക്രിമിനൽ കുറ്റമായി ഇവരുടെ ജാമ്യം കിട്ടാതെ ഇവര് ദീർഘകാലം കസ്റ്റഡിയിൽ കിടക്കേണ്ടി വരും. അപ്പൊ ഒരു രാഷ്ട്രീയ കളി ഉണ്ടാക്കിയും അനന്തരഫലം കന്യാസ്ത്രീ പോയാൽ എന്ത്? കേരളത്തിൽ ക്രിസ്ത്യാനി BJPക്ക് വോട്ട് കിട്ടുമോ എന്നുള്ള ഒരാശങ്ക അതിനെ തകർക്കാൻ പറ്റി. 2 കന്യാസ്ത്രീ എത്ര കിണറ്റിൽ എത്ര കന്യാസ്ത്രീകൾ കേരളത്തിൽ കണ്ടിട്ട്? എൻ്റെ പക്കൽ കണക്കുണ്ട്. കേരളത്തിലെ കിണറുകളിൽ കണ്ട കന്യാസ്ത്രീകളുടെ ലിസ്റ്റ് നമുക്കൊരു വീഡിയോ ചെയ്യാം. സഭ എത്ര പറഞ്ഞു? ഈ അടുത്ത കാലത്തല്ലേ 2 കന്യാസ്ത്രീകൾ തിരുവസ്ത്രം ഉപേക്ഷിച്ച് ചേർത്തലക്കാർ ഉപേക്ഷിച്ച് പോയത്? സഭ ആരുടെ കൂടെ നിന്നു? ഒരു റോബിൻ അച്ഛൻ്റെ കഥ അറിയാലോ. സഭ എവിടെ നിന്നു? ഫ്രാങ്കോയുടെ കാര്യത്തിൽ സഭ എവിടെ നിന്നു? അപ്പൊ സഭ അങ്ങനൊന്നും സഭ പറഞ്ഞ് പേടിപ്പിക്കരുത്. കാരണം ഇത് ക്രിസ്ത്യാനിക്കറിയാം. ഇപ്പൊ കാസ എന്ന് പറഞ്ഞ സംഘടന ഉണ്ട്. കാസയെ തെറിയാണ്. കാസ എന്നിട്ട് പറയാണ് കാസ അടുത്ത പ്രാവശ്യം BJPയെ കാണിച്ചു തരാം. കേരളത്തിൽ എത്ര ക്രിസ്ത്യാനി BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്? തൃശ്ശൂർ വന്നപ്പോൾ വോട്ട് ചെയ്തു അല്ലേ? തൃശ്ശൂർ സുരേഷ് ഗോപി എന്ന മനുഷ്യനെടുത്ത നിലപാടിന്റെ ഉണ്ടാണ്. ഇപ്പൊ ചോദിക്കുക, സുരേഷ് ഗോപി എവിടെ? ജോർജ് കുര്യൻ എവിടെ? സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും അവർ കേന്ദ്രമന്ത്രിമാരാണ്. അവർക്കൊരു സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിൽ ഇടപെടാൻ പരിധിയുണ്ട്. ഇപ്പോ കേസ് ചാർജ് ചെയ്ത് FIR ആയിട്ട് NIA കോടതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അവരെ രക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ ഇന്ത്യൻ പ്രസിഡന്റിനെ രക്ഷിക്കാൻ പറ്റില്ല. നിയമത്തിന്റെ വഴിക്ക് പോകും. അപ്പോൾ വളരെ സംയമനത്തോടെ അത്യാവശ്യം ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്
ഇവിടെ സ്വാഭാവികമായും സഭയ്ക്ക് ചെയ്യാമായിരുന്നല്ലോ. കേരളത്തിൽ ഇങ്ങനെ സംഭവമുണ്ട്. കേരളത്തിലെ BJP നേതൃത്വത്തോട് ബന്ധപ്പെട്ടാൽ ഇത് വലിയ വിവാദമാക്കാതെ അവർ എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് നോക്കാമായിരുന്നു അല്ലേ? ഇവര് ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും വക്കാലത്തെടുത്ത് കൊളമാക്കി പാവപ്പെട്ട ഈ കന്യാസ്ത്രീമാരെ ജയിലിലടച്ചു. എന്നിട്ട് പറയാ ജയിലിൽ ക്രിമിനലുകളുടെ കൂടെയാണ് കഴിഞ്ഞത്. കന്യാസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇന്ത്യയിൽ വേറെ ജയിൽ വല്ലതും ഉണ്ടോ? അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്താൽ കോടതി ബാക്കി ജയിലിൽ കിടക്കുന്ന ക്രിമിനലുകളായിരിക്കും. ആണുങ്ങളുടെ കൂടെ അല്ലല്ലോ, വനിതാ സെല്ലിലായിരിക്കും. ക്രിമിനൽ ജയിലിൽ കിടക്കുന്ന ഒരു ക്രിമിനൽ സെല്ല പിന്നെ ആരാ? കന്യാസ്ത്രീ ആണെങ്കിലും പള്ളിയിലെ ചില അറസ്റ്റ് ചെയ്താൽ ജയിലിലടയ്ക്കും അല്ലേ പ്രോസസ്സിൽ. അപ്പൊ ജയിലിൽ കിടക്കുന്ന മറ്റുള്ളവർ ക്രിമിനലുകളായിരിക്കും. ഇവരെ പിന്നെ എന്ത് ചെയ്യണം? ഇവർക്ക് വേണ്ടിയിട്ട് AC റൂം വേറെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തൊക്കെ കാര്യങ്ങൾ. ഇനി വേറെ കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പ്രകടനം കണ്ടു തിരുവനന്തപുരത്ത്. അതായത് ആ പ്രകടനത്തിനകത്ത് അൻസാരി ബുഹാരി ഉസ്താദ് എന്ന് പറഞ്ഞൊരു ചങ്ങായി നടന്നു പോകുന്ന ഫോട്ടോ കണ്ടു. 2-3 ആഴ്ച മുമ്പ് ഈ അൻസാരി ബുഹാരി ഉസ്താദിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ നിർമ്മിതിയിൽ വലിയ പങ്ക് വഹിച്ചത് മുസ്ലിമുകൾ, ക്രിസ്ത്യാനിക്ക് ഒരു പങ്കുമില്ല. ക്രിസ്ത്യാനിക്ക് ആകെയുള്ളൊരു പങ്കുണ്ടെങ്കിൽ അത് വിൻസ്റ്റൺ ചർച്ചിലിന്റെ ഭാര്യ ഇവിടെ ഊരിയിട്ട ജട്ടി മാത്രമാണ് ക്രിസ്ത്യാനിയുടെ സംഭാവന എന്ന് പറഞ്ഞ ഇയാളുണ്ടായിരുന്നു അച്ഛന്മാരുടെ പ്രകടനത്തിന്. ഇതുപോലെ വിഴിഞ്ഞത്ത് സമരം നടന്നപ്പോ SDPI തള്ളിക്കറി വന്നില്ലേ? അതെ, തള്ളിക്കറി വന്നിട്ട് അവസാനം ഭയങ്കര പ്രശ്നമായി, അടിയായി വിതൊക്കെയായി ആ സമരത്തെ അക്രമാസക്തമാക്കി മാറ്റി. അതിനുശേഷമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം പോലും വന്നത് അല്ലെ? പാവപ്പെട്ട ക്രിസ്ത്യാനികൾ അടി കൊണ്ട് തല പൊട്ടി. ആര് മുതലെടുത്തു? ഇനി മതപരിവർത്തനം ഞങ്ങളുടെ അവകാശമാണ് എന്നാണ് ഇവർ പറയുന്നതെങ്കിൽ പാലാ ബിഷപ്പെ അങ്ങനല്ലേ ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞ്? ഈ പാമ്പളാനി അങ്ങനെ പറഞ്ഞില്ലേ? ഇനി ആ കേക്ക് തിന്നത്തില്ലെന്നാ പറഞ്ഞേ. ഇയാളൊക്കെ അങ്ങനെ പറയേണ്ടി വരുന്നത് ഗതികേടുകൊണ്ടാണ്. ഏത് കാര്യത്തിലാണ് നിലപാട് ഉറച്ചു നിന്ന്? ക്രൈസ്തവന്റെ എന്ത് പ്രശ്നത്തിൽ നിന്നിട്ടുണ്ട്? പാലാ ബിഷപ്പിന്റെ നേർക്ക് SDPIക്കാര് ബിഷപ്പിലേക്ക് മാർച്ച് ചെയ്തപ്പോ എവിടെ പോയിരുന്നു നിങ്ങൾ? കാസയും RSSകാരും BJPക്കാരും ഉണ്ടായിരുന്നുള്ളൂ. കൊലവിളിയായിരുന്നു. അപ്പോ ക്രിസ്ത്യാനി അങ്ങനെ സംഘടിതമായി BJPക്ക് വോട്ട് ചെയ്ത് സഹായിച്ചിട്ടൊന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. സമയമാവുമ്പോൾ നിങ്ങൾ മറുകണ്ഠം ചാടുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് താൽക്കാലികമാണ്. സഭ ഓർക്കണം, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. BJP തന്നെ ഭരിക്കും. ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതും BJP ആണ്. ഇതങ്ങനെ ഒരു BJP വിഷയമായി BJPയെ ദ്രോഹിക്കാനുള്ള ഒരു ശ്രമമായിട്ട് നിങ്ങൾ കേരളത്തിൽ ഇങ്ങനെ കത്തിച്ചു കൊണ്ടിരുന്നാൽ കേരളത്തിന് പുറത്തുള്ള സഭാപ്രവർത്തനം വലിയ ബുദ്ധിമുട്ടാവും. ഇത് മനസ്സിലാക്കേണ്ടത്. തൽക്കാലം നിങ്ങൾക്ക് കോൺഗ്രസിനും അല്ലെങ്കിൽ LDFനും ഒരു പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആത്യന്തികമായി ഉണ്ടാക്കുന്ന ദോഷം സഭയ്ക്കാണ്. ഇത് സാധാരണ ക്രിസ്ത്യാനിക്കറിയാം. അപ്പോൾ ഈ പറഞ്ഞ വെല്ലുവിളി ഒരുപാട് നടത്താതിരിക്കുകയാണെന്ന് നടത്തിയത് കൊണ്ടാണ് പാവപ്പെട്ട കന്യാസ്ത്രീകൾ ജയിലിൽ കഴിയുന്നത്. ഇത് സഭയ്ക്കെതിരായിട്ട് നമ്മൾ പറയരുത്. നമുക്ക് ഈ സഭയോട് വലിയ സ്നേഹമാണ്. കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ പൊളിറ്റിക്കൽ ക്ലൗട്ടൊക്കെ പോയിട്ട് എത്ര കാലമായി. തെരഞ്ഞെടുപ്പ് കാലത്ത് ആരെങ്കിലും നിങ്ങളെ തിണ്ണിറങ്ങാൻ, അരമനയുടെ തിണ്ണിറങ്ങാൻ ഇപ്പോൾ വരുന്നുണ്ടോ? അച്ഛന്മാരെ, ബിഷപ്പന്മാരെ പുല്ലു വിലയാണ് നിങ്ങൾക്ക് കേരളത്തിലെ പൊളിറ്റിക്കൽ തമ്പ്രാക്കന്മാർ തന്നിട്ടുള്ളത്. നിങ്ങളെ ഉപയോഗിച്ച് ഒരു കുളം കലക്കൽ. ആ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ വിദ്വാൻ കോട്ടയത്ത് ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തിന് വന്നപ്പോൾ ചങ്ങനാശ്ശേരി പിതാവിനെയൊക്കെ പോയി കണ്ടതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഈ കോൺഗ്രസ് എന്ന് നിലപാടത്തിലുണ്ട്. 80-20 ആയിരുന്നല്ലോ ആനുകൂല്യം. കോൺഗ്രസ് എന്ത് ചെയ്തു? നിങ്ങൾ പോയി കോടതി പോയി ഫൈറ്റ് ചെയ്യേണ്ടി വന്നില്ലേ? കോൺഗ്രസ് മിണ്ടിയിട്ടുണ്ടോ? ക്രിസ്ത്യാനിക്ക് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, മുഴുവൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് തെറ്റാണ്, ക്രിസ്ത്യാനിക്കും അതിന് അവകാശമുണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? LDF പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കേരളത്തിലെ ക്രൈസ്തവർക്ക് വേണ്ടി നിലപാടെടുത്തിട്ടുള്ളത് മതേതരന്മാരും അല്ലേ? മതേതരന്മാരും നിങ്ങൾ പറയുന്ന വർഗീയവാദികളായ BJPക്കാരുമാണ്. ഇപ്പോൾ അവിടെ വേറൊരു തമാശ കൂടെയുണ്ട്. ഇപ്പോൾ മതപരിവർത്തന നിരോധന നിയമപ്രകാരമാണല്ലോ ഛത്തീസ്ഗഡ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മതപരിവർത്തന നിരോധന നിയമം എന്നുണ്ടായതാ? 1968. അത് BJP എവിടെയുണ്ട്? അപ്പോൾ ഛത്തീസ്ഗഡിൽ അല്ലെങ്കിൽ പഴയ മധ്യപ്രദേശിൽ മതപരിവർത്തനം അപകടകരമായ സ്ഥിതിയാണെന്ന് കണ്ടതുകൊണ്ടല്ലേ ആ നിയമം ഉണ്ടാക്കിയത്? 68 നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ആ നിയമം ഉണ്ടാക്കിയത് ആര്? കോൺഗ്രസ്. ആ നിയമത്തിലാ കേസെടുത്ത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇത്തിരി കടുത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അന്നേ ആർക്കറിയാമായിരുന്നു? കോൺഗ്രസ്സിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ നിയമം വന്നു. ഇതൊക്കെ മനസ്സിലാക്കണം.
അല്ലാതെ വെറുതെ ഇത് ഫൈറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത പൊളിറ്റിക്കൽ ഡ്രാമ കളിച്ച് 2 കന്യാസ്ത്രീകളെ നിങ്ങൾ ജയിലിലിട്ട് പീഡിപ്പിക്കരുത്. ഇത് നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ബോധമുള്ള ക്രിസ്ത്യാനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊരു അന്തം വിട്ട കളിയാണ്. അന്തം വിട്ട പിള്ളേച്ചൻ കൊണ്ടറിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.